ഗ്രാമം മുഴുവൻ നിന്നെ സ്നേഹിച്ച കഥ നീ അറിയണം. സൗദി അറേബ്യയിലെ ഒരു കുടുംബം കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ ജീവനിട്ട വില 34 കോടി രൂപ. അവന് ഗൾഫിൽ ജോലിയായിരുന്നേ. ഒരു കേസിൽ അവനെ പോലീസ് പിടിച്ചോണ്ട് പോയതാ. പിന്നൊരു വിവരമില്ല. വധശിക്ഷ കാത്ത് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന റഹീമിനെ ജീവനോടെ മോചിപ്പിക്കാൻ ബന്ധുക്കൾക്ക് മുന്നിലുള്ളത് 34 കോടി രൂപ സ്വരൂപിച്ച് ഗൾഫിൽ എത്തിച്ചാൽ മാത്രമേ. എന്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്തവനാ. ഞങ്ങള് പാവങ്ങളാ സാറേ, ആരുമില്ലാത്തവരാ, സഹായിക്കണം. 17 കൊല്ലായില്ല എന്റെ പുട്ടേന്റെ ഉള്ളിൽ കിടങ്ങിട്ട് ഞാൻ കിടന്ന് നേർന്നത്. കഴിയണില്ല മക്കളെ പറയാന്. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. 30 ദിവസത്തിന് ഞാൻ എന്നെ കൊണ്ട് നിർത്തി തരും. ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഈ പോസ്റ്റ് നമ്മളൊക്കെ ഷെയർ ചെയ്തിരുന്നു. റഹീം ഇറങ്ങിയിരിക്കൂട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. മുഴുവൻ കടവും ഞാൻ തന്നു തീർക്കും, പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ. തിരികെ നടന്ന എന്റെ കയ്യിൽ ദൈവം പറഞ്ഞു വിട്ടതുപോലെ ഒരു കൈ വന്ന് പിടിച്ചു. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും മറ്റ് സംഘടനകളും മനുഷ്യസ്നേഹികളും എല്ലാം ചേർന്ന് 18 കോടി രൂപ പിരിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മുടെ മുമ്പിൽ ഇനി 5 ദിവസമേ ഉള്ളൂ, ചുരുങ്ങിയ സമയമുള്ളൂ. താങ്കളൊരു നല്ല മനുഷ്യനാണ് ഹോസ്റ്റലർ. എത്ര തിരക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടപ്പോൾ ഇത്ര സന്തോഷമൊന്നും മുഖത്തുണ്ടായിരുന്നില്ല, വലിയ നിരാശയായിരുന്നു. എന്താണിപ്പോൾ പറയാനുള്ളത്? ഒന്നും പറയില്ല, മുഖം തന്നെ മതി എന്നുള്ളത്. എന്നുവെച്ചാൽ അത്രയും സങ്കട കണ്ണീരല്ല പോയിട്ട് ഇപ്പോൾ സന്തോഷ കണ്ണീരാണ്. മലയാളി പൊളിയല്ലേ? മലയാളികൾ സംഭവം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളി വാരി എറിയോ ഇത്രയൊക്കെ പാരവയ്പ്പൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നാലല്ല, ഒരത്യാവശ്യം വന്നാൽ ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കും. അതാണ് മലയാളി. ലോകത്തിന്റെ മാതൃകയാണ് മലയാളി. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അങ്ങേപ്പോലൊരാള് ഇനി ഉണ്ടാവില്ല, സംശയമില്ല. സാർ എന്നോട് കാണിക്കുന്ന ഈ കൺസിഡറേഷന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇന്നത്തെ കാലത്ത് വേറെ എത്ര മക്കള് ചെയ്യൂടാ ഇതൊക്കെ.